സമൃദ്ധി, സന്തോഷം, ആഘോഷം തുടങ്ങിയവ എന്നും ആവർത്തിക്കപ്പെടുന്ന വാക്കുകളാണ്. നമ്മളവ ആഗ്രഹിക്കുന്നതുമാണ്. സാമ്പത്തിക വ്യവസ്ഥകൾ, മാർക്കറ്റ്, രാഷ്ട്രീയം, മതം അങ്ങനെ എല്ലാം തന്നെ അവ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ വിശ്വസ്തതയും നീതിയും സമത്വവും സാഹോദര്യവും ഇല്ലാത്ത പക്ഷം അവയുടെ സത്ത എന്താണ്? എന്തിനെ അടിസ്ഥാനമാക്കിയാണ് അവ വികസിക്കുന്നത്, അവ നിർവചിക്കപ്പെടുന്നത്? സാമ്പത്തിക വ്യവഹാരങ്ങൾക്കിടയിൽ ഭംഗി കൂട്ടുന്ന ഘടകങ്ങൾ മാത്രമാണവയെങ്കിൽ തീർത്തും പൊള്ളയാണവ. എല്ലാവർക്കും സമൃദ്ധിയും സന്തോഷവും എന്നത് കേവലം ഒരു വിദൂര സ്വപ്നം മാത്രമായി നിലകൊള്ളും. അതൊരിക്കലും യാഥാർത്ഥ്യമാവില്ല. യഥാർത്ഥ സമൃദ്ധി പങ്കുവെച്ചുകൊണ്ട് മാത്രം വളരുന്ന ഒന്നാണ്. അത് പരസ്പരം കാണാനും കൈകോർത്ത് ഒരുമിച്ച് നടക്കാനും നമ്മെ പഠിപ്പിക്കുന്നു. ഒരുമിച്ച് നടക്കുന്ന ആ ഹൃദയാവസ്ഥയാണ് യഥാർത്ഥ സന്തോഷവും ആഘോഷവും. മറ്റേതോ ദൈവത്തിൻ്റെ ആഘോഷമാക്കി മാറ്റിക്കളയുന്ന ഓണക്കാഴ്ചകളിൽ നാം അറിഞ്ഞുകൊണ്ട് നഷ്ടമാക്കുന്ന ചില സാംസ്കാരിക സാമൂഹിക യാഥാർത്ഥ്യങ്ങളുണ്ട്. കള്ളവും ചതിയുമില്ലാത്ത, എള്ളോളം പോലും പൊളിവചനമില്ലാത്ത, സത്യത്തെ അടിസ്ഥാന മൂല്യമാക്കി കാണുന്ന ഒരു ലോകം, കള്ളപ്പറകളില്ലാതെ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന ഒരു സമൂഹം, മതത്തിൻ്റെയോ ജാതിയുടെയോ നിറത്തിൻ്റെയോ പേരിൽ ആരും വിവേചനം നേരിടാതെ എല്ലാവരും സമന്മാരായി ജീവിക്കുന്ന ഒരു കാലം. ഈ സ്വപ്നങ്ങളുടെ ആത്മാർത്ഥ പ്രയത്നങ്ങളാണ് സ്വർഗരാജ്യത്തിൻ്റെയും രാമരാജ്യത്തിൻ്റെയും ജന്നത്തിൻ്റെയും സ്പർശ്യമായ ആദ്യപടികൾ. ഈ മൂല്യങ്ങളാണ് നമ്മുടെ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്നത്, നമ്മുടെ ആഘോഷങ്ങളെ അർത്ഥപൂർണ്ണമാക്കുന്നത്.